രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് എതിരെ കേസെടുക്കും. നടപടിക്ക് ഡിജിപിയുടെ നിർദ്ദേശം വരികയാണ്. സ്ത്രീകളെ ശല്യം ചെയ്തിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, നിലവിൽ ചില പരാതികൾ പോലീസ് സ്റ്റേഷനിലടക്കം ചൈൽഡ് വെൽഫെയർ കമ്മീഷനിലടക്കം നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിയമോപദേശം ഏത് നിലയ്ക്കാണ് വരുന്നത്? അങ്ങനെയെങ്കിൽ ഒരു കടുത്ത നടപടിയിലേക്ക് തുടക്കമെന്ന നിലയിൽ കടക്കാനാണ് ഇപ്പോൾ DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വകുപ്പുകൾ ഇട്ടുള്ള ഒരു FIRലേക്ക് പോകുന്ന സൂചനയാണോ അനന്തൽ ലഭ്യമാകുന്നത്? പ്രജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദവും ഉയരുകയാണ്, അത് തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലും ഒരു നിയമ നടപടികളിലേക്ക് പോകാൻ പോലീസിന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറഞ്ഞിരുന്ന വിശദീകരണം ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു പരാതി രാഹുലിനെതിരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഗർഭചിത്രം അടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. പക്ഷേ അതും പരാതിക്കാർ നേരിട്ട് വരാത്തത് കൊണ്ട് നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പോലീസ് എടുത്തത്. അതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്റ്റോക്കിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ രാഹുലിനെതിരെ കർശനമായ നിലപാടെടുത്തു. മാത്രമല്ല, രാഹുലിൻ്റെ ഈ പുറത്തു വന്ന സംഭാഷണങ്ങളിൽ ഈ വധഭീഷണി അടക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുതരമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപക്ഷെ ഇന്ന് തന്നെ കേസെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ രാഹുലിനെതിരെ എറണാകുളത്തും തിരുവനന്തപുരത്തും പരാതികളുണ്ട്. തിരുവനന്തപുരം കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി അത് ഒരു മൂന്നാം കക്ഷിയുടെ പരാതിയാണ്. ആ പരാതി നിലവിൽ മ്യൂസിയം SHOയുടെ പരിഗണനയിലാണ്. അതിൽ ലീഗൽ ഒപ്പീനിയൻ അവർ തേടിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ആ പരാതിയിലോ അതല്ലെങ്കിൽ എറണാകുളത്ത് ലഭിച്ചിരിക്കുന്ന പരാതിയിലോ ആയിരിക്കും കേസെടുക്കുക. മറ്റൊന്നൊരു ട്രാൻസ്ജെൻഡർ ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ പരാതിയിലും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് എവിടെയാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ കേസെടുക്കാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് ഇപ്പോൾ 8ഓളം കേസുകളാണല്ലോ നിലവിൽ ഉള്ളത്. കേസുകളല്ല, ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ. അപ്പോൾ അതിനെ ചുവട് പിടിച്ച് ഒരു നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ BNS പുതിയ വകുപ്പുകൾ സെക്ഷൻസ് വന്ന ശേഷമുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം, അതിന് തൊട്ട് മുൻപുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് പല രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതല്ല, ഒരു പ്രത്യേക ടീമിനെയോ മറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? മറ്റൊന്ന്, ഈ പരാതിക്കാരെ ഇപ്പോൾ പരാതിക്കാർ ഒരു ഏതെങ്കിലും തരത്തിലൊരു പരാതി ഒഫീഷ്യലി നൽകിയിട്ടില്ല. ഇവരെയൊക്കെ കേൾക്കാനുള്ള സാധ്യതകൾ നിയമപരമായി അങ്ങനെയൊക്കെ എത്രത്തോളം ഗ്രൗണ്ട് ഉണ്ട്? പ്രതീക്ഷ, നിലവിൽ ഒരു പക്ഷേ രാഹുലിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ ദുർബലമായ വകുപ്പുകളാണ് ഒരു പക്ഷേ അത് ആദ്യഘട്ടത്തിൽ ചുമത്തി പോലീസ് മുന്നോട്ട് പോവുക. പക്ഷേ അങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും ഒക്കെ ആധികാരികത പോലീസിന് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പോയിട്ട് അന്വേഷണം നടത്താം. അത് പുറത്തുവിട്ടവരെയും അതല്ലെങ്കിൽ ആരുമായിട്ടാണോ ആ ചാറ്റുകൾ നടന്നത്, ആ സംഭാഷണങ്ങൾ നടന്നത്, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പോലീസിന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും കഴിയും. ഏതായാലും നിലവിൽ വന്ന ഈ ഏറ്റവും ഒടുവിൽ വന്ന അല്ലെങ്കിൽ രാഹുലിനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടാണ്. അതൊരു യുവതിയുടെ ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യുവതിയെ തന്നെ പോലീസ് ഇന്റലിജൻസ് വിഭാഗം നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നും ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിന് ഉണ്ടായത്. മാത്രമല്ല, ഇത് എവിടെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം തേടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ഡയറക്റ്റ് പരാതി അതിൽ വന്നിട്ടില്ല. നിലവിൽ പക്ഷേ കുറച്ചധികം ആരോപണങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായി ഉന്നയിച്ച സ്ത്രീകളുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് സ്റ്റോക്കിംഗ് അടക്കമുള്ള അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ സ്റ്റോക്കിംഗ് അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്.